മനുഷ്യന് അവൻ്റെ ഏറ്റവും സത്യസന്ധമായ പ്രണയം അവൻ കഴിക്കുന്ന ഭക്ഷണത്തോടാണ് എന്ന് പറഞ്ഞത് ലോകപ്രശസ്ത സാഹിത്യകാരൻ ബെർണാഡ് ഷോ ആണ്. ശരിയായ ഭക്ഷണശീലങ്ങൾ, ന്യൂട്രീഷ്യസ് ഡയറ്റ് എന്താണ് എന്നാണ് സ്റ്റെതസ്കോപ്പ് ഇന്ന് അന്വേഷിക്കുന്നത്. സ്വാഗതം. ലോകത്താകമാനം 5 വയസ്സിൽ താഴെയുള്ള 760 ലക്ഷം കുട്ടികളാണത്രേ ഒരു വർഷം മരണപ്പെടുന്നത്. ഭക്ഷ്യക്ഷാമം കൊണ്ട് മരണപ്പെടുന്ന കുട്ടികളുടെ 3 ഇരട്ടിയാണ് പോഷകാഹാരക്കുറവ് കൊണ്ട് മരണപ്പെടുന്ന കുട്ടികൾ. പോഷകാഹാരം വളരെ പ്രധാനപ്പെട്ടതാണ്. ആരോഗ്യപരമായ ഭക്ഷണ രീതികളെക്കുറിച്ച്, പ്രധാനപ്പെട്ട അസുഖങ്ങളെക്കുറിച്ച്, ഇവയെക്കുറിച്ചൊക്കെ നമ്മളോട് സംസാരിക്കുന്നത് പ്രശസ്ത കൺസൾട്ടൻറ്റ് എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ വിമൽ MV. നമസ്കാരം ഡോക്ടർ. നമസ്കാരം ഡോക്ടർ. പോഷകാഹാരത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ച് അതെല്ലാവർക്കും അറിയാൻ ആഗ്രഹമുള്ളൊരു വിഷയമാണ്, ഒന്ന് പറയാമോ? പോഷകാഹാരം പ്രത്യേകിച്ച് ചെറുപ്പകാലം തൊട്ട് പ്രായമാവുന്നവരെ മരിക്കുന്നത് വരെ പോഷകാഹാരത്തിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ്. പണ്ട് മുതലേ അതായത് അതിനെപ്പറ്റി വളരെയേറെ അറിവുള്ളതാണ്. പ്രത്യേകിച്ച് ഇന്ത്യക്കാർക്കായ നമുക്ക് വളരെ കൂടുതൽ അറിവുള്ളതാണ്. കുട്ടികളിൽ പ്രധാനമായിട്ടും അത് വളർച്ച, അവരുടെ ഹൈറ്റിൻ്റെയും അവരുടെ വണ്ണത്തിൻ്റെയും അവരുടെ മാനസികവും ശാരീരികവുമായ വളർച്ചയ്ക്ക് പോഷകാഹാരം വളരെ അത്യന്താപേക്ഷിതമാണ്. ഭക്ഷണത്തിലുള്ള ചില വൈറ്റമിനുകളുടെയും ചില മിനറൽ എന്ന് വെച്ചാൽ ലോഹങ്ങൾ, അതിൻ്റെ അങ്ങനെയുള്ള സാധനങ്ങളുടെയും കുറവ് കാരണമുള്ള പല അസുഖങ്ങളും നമ്മൾ വളരെ പുരോഗമിച്ചു എന്ന് പറയുന്ന നമ്മുടെ കേരളത്തിൽ പോലും ഇത് ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് യഥാർത്ഥത്തിലൊരു വാസ്തവം. ചില പ്രത്യേകിച്ച് ഈ റിക്കറ്റ്സ് എന്ന് പറഞ്ഞൊരു വൈറ്റമിൻ D എന്ന് പറഞ്ഞൊരു സാധനം, നമ്മൾ പ്രത്യേകിച്ച് സൂര്യപ്രകാശത്തിൽ വൈറ്റമിൻ്റെ കുറവ് കാരണം റിക്കറ്റ്സ്. ഇപ്പോൾ അത് പണ്ട് അത് മാറി എന്നൊക്കെ കൂടുതലായിട്ട് കാണുന്നില്ല എന്ന് നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് വീണ്ടും കണ്ടു തുടങ്ങിയിട്ടുണ്ട്, പ്രത്യേകിച്ച് സൂര്യപ്രകാശത്തിൻ്റെ എക്സ്പോഷർ വേണ്ടത്ര ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ റിക്കറ്റ്സ് ഇപ്പോൾ ഉണ്ട്. അതുപോലെ ഈ അയഡിൻ്റെ കുറവ് കാരണം അതും ഇല്ലാന്നൊക്കെ ഓൾമോസ്റ്റ് ഡെഫിഷ്യൻ്റ് ആണെന്ന് പറഞ്ഞാൽ പോലും അതും പലപ്പോഴും റെയറായിട്ട് വന്ന് കാണാറുണ്ട്. അപ്പോൾ കുട്ടികളെ പോലെ തന്നെ പ്രായമുള്ള ആളുകൾ വളരെ പ്രധാനപ്പെട്ട കാൽസ്യത്തിൻ്റെയും കുറവുകൾ വരുന്നുണ്ട്. കാൽസ്യം പ്രായമുള്ളവരിലും ഇത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് 2 ഗ്രൂപ്പുകൾ, അതായത് ഈ പ്യൂബർട്ടൽ ഏജ്, അതായത് ചെറിയ കൗമാരപ്രായത്തിൽ നമ്മൾ പലപ്പോഴും നമ്മുടെ പെട്ടെന്നുള്ളൊരു വളർച്ച, ഹൈറ്റ് സ്പേർട്ട് അതൊക്കെ ഉണ്ടാകുന്ന ഈ കൗമാരകാലത്താണ്. അപ്പോൾ കൗമാരകാലത്ത് നമുക്ക് എല്ലിൻ്റെയൊക്കെ ശരിയായ വളർച്ചയ്ക്ക് എല്ലാ തരത്തിലുള്ള ന്യൂട്രീഷൻ, അതുപോലെ നമ്മുടെ എല്ലാ സിസ്റ്റങ്ങളുടെയും ശരീരത്തിലെല്ലാ ഈ പ്രത്യുൽപാദന സിസ്റ്റം, അതുപോലെ ഹാർട്ടിൻ്റെ സിസ്റ്റം, എല്ലാ തരത്തിലുള്ള പലതരത്തിലുള്ള അവയവങ്ങൾക്ക് എല്ലാറ്റിനും പോഷകാഹാരങ്ങൾ വളരെ അത്യാവശ്യമുള്ളൊരു ഒരു കാര്യം തന്നെയാണ്. എന്തൊക്കെ അസുഖങ്ങളാണ് ഭക്ഷണക്രമത്തിൻ്റെ പോരായ്മകൾ കൊണ്ടുണ്ടാകുന്നതെന്ന് പറയാമോ? ഭക്ഷണക്രമത്തിൻ്റെ പോരായ്മ എന്ന് വെച്ചാൽ ഭക്ഷണക്രമത്തിലെ ഡെഫിഷ്യൻസി, അതായത് ഇല്ലായ്മ കാരണം ഉള്ള ചില അസുഖങ്ങൾ, അതുപോലെ അതിൽ ഓൾട്രേഷൻ, അതിൽ വ്യത്യാസം വരുന്നതുകൊണ്ടുള്ള ചില അസുഖങ്ങളുണ്ട്. അപ്പോൾ പ്രത്യേകിച്ചും പുതിയ കാലങ്ങളിൽ നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ, കേരളത്തിൽ പ്രത്യേകിച്ചും കൂടുതലായിട്ട് കാണുന്ന ജീവിതശൈലി രോഗങ്ങൾ പലതും ഭക്ഷണക്രമത്തിലെ അപര്യാപ്തതകൾ കാരണം അതിൻ്റെ ഡിഫറൻസസ് കാരണം വരുന്ന പലതരത്തിലുള്ള അസുഖം, അതിൻ്റെ പ്രിവലൻസ് കൂടുന്നു, അതിൻ്റെ സാന്ദ്രത കൂടി കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും കേരളം പോലൊരു സംസ്ഥാനത്ത് പ്രമേഹ രോഗത്തിൻ്റെ പ്രിവലൻസ് വളരെ കൂടുതലാണ്. വേറെ ജീവിതശൈലി രോഗങ്ങൾ, പ്രത്യേകിച്ച് ഒബീസിറ്റി, അതായത് അമിതവണ്ണം, പിന്നെ കൊളസ്ട്രോൾ, ഡിസ്ലിപ്പിഡീമിയ അല്ലെങ്കിൽ കൊളസ്ട്രോൾ, പിന്നെ ബ്ലഡ് പ്രഷർ, അതായത് രക്തസമ്മർദ്ദം, പിന്നെ അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഹാർട്ട് ഡിസീസ്, കൊറോണറി ഹാർട്ടിലേക്ക് രക്തക്കുഴൽ അടഞ്ഞു കൊണ്ടുവരുന്ന കൊറോണറി ഹാർട്ട് ഡിസീസ്, ഇതൊക്കെ പോഷകാഹാര കുറവ് കാരണമല്ല, പോഷകാഹാരത്തിലെ വ്യതിയാനങ്ങൾ, ശരിയായ പോഷകാഹാരം ലഭ്യമല്ലാത്തത് കൊണ്ടുള്ള പ്രശ്നങ്ങളാണ്. ഡോക്ടർ ഇപ്പോൾ സൂചിപ്പിച്ച പ്രമേഹം, രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ പോലെയുള്ള അസുഖങ്ങൾ, ഹാർട്ടിൻ്റെ അസുഖങ്ങൾ, അങ്ങനെയുള്ള ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണമാകുന്ന ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിൽ നമ്മളിന്ന് കഴിച്ചുകൊണ്ടിരുന്ന, നമ്മൾ ശരിയെന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുന്ന ചില ഭക്ഷണശീലങ്ങളുണ്ട്. അതിനെക്കുറിച്ച് കൂടെ ഒന്ന് പറയാം. എന്തൊക്കെ ഭക്ഷണം കഴിക്കുമ്പോഴാണ് എന്തൊക്കെ അസുഖങ്ങളിലേക്ക് നമ്മൾ പോകുന്നത്? അത് മൊത്തത്തിൽ ജനറലായിട്ട് പറയുകയാണെങ്കിൽ പഴയൊരു പഴഞ്ചൊല്ലാണ് ഞാൻ ഓർക്കുന്നത്. അധികമായാൽ അമൃതും വിഷം എന്നുള്ള ഒരു ഇതാണ്. അതാണ് ആദ്യം പറയാനുള്ളത്. നമ്മൾ സാധാരണ ഭക്ഷണം സാധാരണ അളവിലേക്ക് കഴിച്ചു കഴിഞ്ഞാൽ അത് അത്ര വലിയൊരു പ്രോബ്ലം അല്ല. പക്ഷേ
ഒരു കാര്യം വെച്ചാൽ നമ്മൾ എന്തും നമ്മൾ കഴിക്കുന്ന ഈ ചോറാണെങ്കിൽ പോലും അതും വളരെ ചെറിയ അളവിലാണെങ്കിൽ അത് അത്ര കുഴപ്പമില്ല. പക്ഷേ അതാണെങ്കിൽ അളവ് കൂടിക്കഴിഞ്ഞാൽ അതാണ് നമ്പർ 1. ഏറ്റവും ആദ്യം വരാനുള്ള അമിതാഹാരം. ചില ഭക്ഷണങ്ങൾ പ്രോട്ടീനൊക്കെ ആണെങ്കിൽ പോലും നല്ലതാണെന്ന് പറയും. പക്ഷേ എന്നാൽ പോലും ഒരുപാട് പ്രോട്ടീൻ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നാൽ അതും കിഡ്നിക്ക് പ്രോബ്ലം വരാം. അതുപോലെ ഒരുപാട് കാർബോഹൈഡ്രേറ്റ് കഴിച്ചാൽ അതും എക്സസ് കാലറിയാണ് ഷുഗറിലേക്ക് പ്രിഡിസ്പോസ് ചെയ്യാം. ഷുഗറിൽ ഭാവിയിൽ വരാനുള്ള ചാൻസ് കൂട്ടാം, തടി കാരണം അങ്ങനെയൊക്കെ വന്നിട്ട്. അതുപോലെ ഒരുപാട് കൊഴുപ്പ് കഴിഞ്ഞാൽ എല്ലാം പ്രശ്നം. പക്ഷേ ഇതെല്ലാം നമുക്ക് ആവശ്യമാണ് താനും. ഈ കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, പ്രോട്ടീൻ, ഇത് മൂന്നാണ് നമ്മുടെ ഭക്ഷണത്തിൻ്റെ 3 കമ്പോണൻസ്, 3 പ്രധാന ഘടകങ്ങൾ. അത് 3 നമ്മുടെ ശരീരത്തിലെ നിർമ്മാണത്തിന് വേണ്ടി, ശരീരത്തിലെ എല്ലാ അവയവങ്ങളുടെയും നിർമ്മാണത്തിന് വേണ്ടി വളരെ അത്യാവശ്യമുള്ള കാര്യങ്ങളാണ്. എണ്ണയുടെ ഉപയോഗം മാക്സിമം കുറക്കുക. അതുപോലെ ഫ്രൈഡ്, നമ്മളെ ഒരു കൺസെപ്റ്റ് ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്യേണ്ടത്, ഡീപ്പ് ഫ്രൈ ചെയ്യുന്ന എല്ലാ സാധനങ്ങളും കുറച്ചും കൂടെ ഒരു പ്രോബ്ലം ഉള്ളതായിരിക്കും. അപ്പോൾ ഫ്രൈ ചെയ്യാതെ ഫ്രൈയിങ് അത് മാക്സിമം ഒഴിവാക്കുക. ഡയറക്റ്റായിട്ടുള്ള പഞ്ചസാര പലപ്പോഴും നമ്മുടെ പല അവയവങ്ങൾക്കും പ്രത്യേകിച്ചും പാങ്ക്രിയാസിനൊക്കെ അത് ഡാമേജ് ചെയ്യാം, ഒരുപാട് ഡയറക്റ്റ് ഷുഗേഴ്സ് കഴിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അതും അത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. അപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ അധികമായാൽ അമൃതം വിഷം എന്നുള്ളതാണ്. അതിന് നേരെ തിരിച്ചുള്ളത് കൊണ്ട് വളരെ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ, ഭക്ഷണത്തിലെ അളവ് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ മാൽന്യൂട്രീഷൻ അതുപോലെയുള്ള പ്രോബ്ലംസും വരാം. ചില അച്ഛനമ്മമാർക്ക് വേവലാതി ഉണ്ടാകും, എൻ്റെ മോൻ ഒട്ടും തടിയില്ല, അല്ലെങ്കിൽ പരസ്യത്തിലുള്ള കുട്ടികളൊക്കെ വലിയ തടിച്ച് കൊഴുത്തുരുണ്ട് നിൽക്കുന്നു. ഇത് തീർച്ചയായിട്ടും ഇത് ആരോഗ്യമുള്ള ഒരു ശരീരത്തിൻ്റെ പ്രകൃതിയല്ല. ഫ്രൈഡ് ഐറ്റംസ് കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. പകരം ആളുകൾക്ക് ചിലപ്പോൾ സംശയം തോന്നാം, ഗ്രിൽഡ് ഐറ്റംസ് കഴിക്കാമോ? ഇപ്പോൾ ഒരു ട്രെൻഡ് വന്നുകൊണ്ടിരിക്കുക, എല്ലാം ഗ്രിൽ ചെയ്ത് കഴിക്കുന്ന ഒരു രീതി. ഫ്രൈ ചെയ്തതിനേക്കാളും കുറച്ചും കൂടെ ആരോഗ്യകരമായിട്ടുള്ളൊരു ശീലമാണ് ഗ്രിൽഡ് കഴിക്കുക എന്നുള്ളത് ഒന്നാമത്. രണ്ടാമത്, കൂടുതൽ ഭക്ഷണക്രമത്തെ പറ്റി പറയുകയാണെങ്കിൽ, ഓരോ പ്രാവശ്യം കഴിക്കുമ്പോഴും വയറ് നിറയെ കഴിക്കുക എന്നുള്ളത് ഒഴിവാക്കിയിട്ട് തവണകൾ കൂട്ടിയിട്ട് അളവ് കുറച്ച് കഴിക്കുക എന്നുള്ളത് പ്രമേഹ രോഗത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് നമ്മൾ 3 നേരം ഒരുപാട് ഭക്ഷണം ഒരുമിച്ച് കഴിക്കുന്നതിനേക്കാളും 4-5 പ്രാവശ്യമായിട്ട് അളവ് കുറച്ചിട്ട് കഴിക്കുക. അതാകുമ്പോൾ കുറച്ചും കൂടെ രക്തത്തിലെ പഞ്ചസാര ക്രമീകൃതമായി നമുക്ക് നിലനിർത്താൻ പറ്റും. അതുപോലെ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴത്തേക്ക് വെറും അരി മാത്രമുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നതിനേക്കാൾ അരിയും ഉഴുന്നും കൂടിയുള്ള മിക്സ്ചേഴ്സ്, അങ്ങനെ നമുക്ക് പലപ്പോഴും നമ്മുടെ ഭക്ഷണത്തിലൊക്കെ അങ്ങനെ ഉണ്ട്. ദോശ, ഇഡ്ഡലി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഈ അരി ഉഴുന്നും കൂടി അപ്പോൾ കുറച്ചൊരു പ്രോട്ടീനും കൂടെ നമുക്ക് കിട്ടും. വെറും പ്ലെയിൻ അരി മാത്രമാവാതെ അപ്പോൾ അത് ബ്രേക്ക്ഫാസ്റ്റിൽ അങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ വളരെ സ്ട്രിക്റ്റായിട്ട് നമുക്ക് ഒരു ഭക്ഷണക്രമം നമുക്ക് പാലിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും ഇങ്ങനെയുള്ള ചെറിയ ചില കാര്യങ്ങൾ ചെയ്താൽ തന്നെ നമുക്ക് ഒരുപാട് വ്യത്യാസങ്ങൾ വരുത്താൻ പറ്റും. സാലഡ് കഴിക്കേണ്ടത് ഭക്ഷണത്തിന് മുമ്പാണ്. എല്ലാ ഭക്ഷണവും കഴിച്ച് വയറ് ഫുള്ളാക്കിയതിന് ശേഷം പിന്നെ വീണ്ടും സാലഡ് കഴിക്കുക എന്നുള്ളതിന് അങ്ങനെയാണ് ചില ആൾക്കാർ ഫോളോ ചെയ്യുന്ന ഒരു. സാലഡ് കഴിക്കുന്ന ഡോക്ടർ പറയുമ്പോഴത്തേക്ക് അവരെന്താ ചെയ്യുക, ആദ്യം ഭക്ഷണമെല്ലാം ഉള്ളിലാക്കും, പിന്നെ സാലഡ് കഴിക്കും. അതിനേക്കാളും ചെയ്യേണ്ടത് സാലഡ് കഴിച്ചിട്ട് നമ്മളൊരു പാർഷ്യൽ സറ്റൈറ്റി, അതായത് ഫില്ലിങ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ളത് കഴിക്കുക. പിന്നെ വേറെ തെറ്റിദ്ധാരണയാണ് ഷുഗറുള്ളവർ ഫ്രൂട്ട്സ് കഴിക്കാൻ പാടില്ല എന്നുള്ളത്, പ്രമേഹ രോഗമുള്ളവർ ഫ്രൂട്ട്സ് കഴിക്കും. പക്ഷേ ഫ്രൂട്ട്സും ചില തരത്തിൽ, പ്രത്യേകിച്ച് ഫൈബർ കൂടുതലായിട്ടുള്ള ഫ്രൂട്ട്സ്, അതായത് ആപ്പിള്, മുസമ്പി, പേരക്ക, അതുപോലെ ഓറഞ്ച്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ, പേരക്കയൊക്കെ പ്രത്യേകിച്ചും അതിലൊക്കെ നല്ല ഫൈബർ കണ്ടന്റ് ഉണ്ട്, ഫൈബർ. അപ്പോൾ അത് ദിവസം ഒന്നൊക്കെ ഉപയോഗിക്കാം. ഈ പ്രത്യേകിച്ച് ഷുഗറുള്ള ആൾക്കാരാണെങ്കിൽ പോലും അതും നല്ലതാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡയറ്റാണ്. ചുരുക്കി പറഞ്ഞാൽ ഫാസ്റ്റിങ്ങും ഫീസ്റ്റിങ്ങും ഒഴിവാക്കാന്ന് എപ്പോഴും പറയാം. നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുന്നതും എന്നാൽ അമിത ഭക്ഷണം കഴിക്കുന്നതും ഒഴിവാക്കുക. അതേസമയം ഡോക്ടർ നേരത്തെ പറഞ്ഞ പോലെ വളരെ ലളിതമായ ചില കാര്യങ്ങൾ, രാവിലത്തെ ഭക്ഷണത്തിൽ വരുത്താവുന്ന ചെറിയ വെറും ഷുഗർ കഴിക്കുന്നതിന് പകരം ഒരല്പം പ്രോട്ടീൻ കലർന്നിട്ടുള്ള ഭക്ഷണം, ഉഴുന്നും അരിയും ചേർന്നിട്ടുള്ള ഭക്ഷണം കഴിക്കുക. പിന്നെ കുറച്ച് ഭക്ഷണ പദാർത്ഥങ്ങൾ കുറേ തവണകളായിട്ട് കഴിച്ച് നമ്മുടെ ഷുഗർ ലെവൽ ഒരേപോലെ നിയന്ത്രിക്കുക. നമ്മുടെ ശാരീരികമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന എന്തെങ്കിലും അനാരോഗ്യമായ ഭക്ഷണ രീതികളെ കുറിച്ച് കൂടി ഒന്ന് പറയാം. ഉപ്പ് അളവ് കൂടുന്നത് 2 അസുഖങ്ങളുണ്ട്. പ്രധാനമായിട്ടും രക്തസമ്മർദ്ദം, ബ്ലഡ് പ്രഷർ കൂട്ടാൻ വേണ്ടി അത് കാരണമാവുന്നു. ബ്ലഡ് പ്രഷർ കൂട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ പാർട്ടായിട്ടുള്ള ഹാർട്ട് ഡിസീസ്, സ്ട്രോക്ക്, അതായത് പക്ഷാഘാതം മുതലായ സാധനങ്ങൾ പിന്നീട് അതിന് അനുബന്ധമായിട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഭക്ഷണത്തിൽ ഉപ്പിൻ്റെ അളവ് മാക്സിമം ഒന്ന് കൺട്രോൾ ചെയ്യുന്നത് രക്തസമ്മർദ്ദവും അതിൻ്റെ കോൺസിക്വൻ്റായിട്ട് വരുന്ന മറ്റുള്ള ഹാർട്ടിൻ്റെ അസുഖങ്ങൾ, സ്ട്രോക്ക് അങ്ങനെയൊക്കെ തടയാൻ ഒരുപാട് സഹായിക്കുന്ന ചില കാര്യങ്ങളാണ്. ചില മറ്റ് ശാരീരികമായ അസ്വസ്ഥതകൾ, ഉദാഹരണത്തിന് പ്രായമുള്ള ആളുകൾക്ക് വരുന്ന അവരുടെ ഓസ്റ്റിയോപോറോസിസ് പോലെയുള്ള അസുഖങ്ങൾ, പിന്നെ വൈറ്റമിൻ ഡെഫിഷ്യൻസി ഡിസോർഡേഴ്സ്, അതുപോലെയുള്ള അസുഖങ്ങൾക്കും കൂടിയുള്ള ഭക്ഷണ രീതികളെ കുറിച്ച് പറയാം. പലപ്പോഴും നമ്മൾ കേൾക്കുന്നത്, നമ്മുടെ പ്രായമുള്ള ആൾക്കാർ ബാത്റൂമിൽ കാലേറ്റ് വീണു,
എല്ല് പൊട്ടി. അത് പലപ്പോഴും നമുക്ക് അറിയുന്ന ചില കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ഒരു കാരണമായിട്ട് പറയുന്നത് ഓസ്റ്റിയോപോറോസിസ്, അതായത് എല്ല് തേയ്മാനം വരുന്ന ഒരു പ്രോബ്ലം. അത് വളരെ കോമൺ ആണ്, വളരെ വളരെ കോമൺ ആണ്, നമ്മുടെ സമൂഹത്തിൽ വളരെ കോമൺ ആണ്. അപ്പോൾ അത് ചില ഭക്ഷണ ക്രമീകരണങ്ങൾ അതിന് നല്ലതാണ്. പ്രത്യേകിച്ചും പാട നീക്കിയിട്ടുള്ള പാല്, നല്ലോണം കാൽഷ്യം, പിന്നെ ചെറിയ മീനുകൾ, അതിലൊക്കെ കാൽഷ്യത്തിൻ്റെ കണ്ടൻറ്റ് കൂടുതലായിട്ടുണ്ട്. പണ്ട് തൊട്ടേ പറയുന്നതാണ് പുറത്തെ വെയിൽ കൊള്ളണം എന്നല്ല, സൂര്യപ്രകാശത്താണ് ഈ വൈറ്റമിൻ ഡി കൂടുതലായിട്ട് കിട്ടുക. അപ്പോൾ അത് വൈകുന്നേരം, അതെ, ഈ ഒരു രാവിലെ 10 തൊട്ട് വൈകുന്നേരം 4 മണി വരെ അതിൻ്റെ അടുക്കുള്ള വെയിലാണ് കുറച്ചും കൂടെ നന്നായിട്ടുണ്ടാവുക. അപ്പോൾ അത് വെയിൽ കൊള്ളുക. ഡോക്ടർ, ഈ ഭക്ഷണം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ കുടിവെള്ളം എന്ന് പറയുന്നത്. പലരും ദാഹിക്കുമ്പോൾ മാത്രം വെള്ളം കുടിക്കുന്ന ആൾക്കാരാണ്. അതൊരു എത്രത്തോളം ശാസ്ത്രീയമാണ്? നമ്മൾ എത്ര വെള്ളം കുടിക്കണം ഒരാൾ? എങ്ങനെയാണ് നമ്മുടെ ഈ വെള്ളം കുടിയുടെ ഒരു രീതി? നമ്മൾ പലപ്പോഴും നമ്മുടെ സൗകര്യം കാരണം നമ്മൾ പലപ്പോഴും നമ്മൾ ജോലിയിൽ മുഴുകിയിരിക്കുകയായിരിക്കും. അപ്പോൾ നമ്മൾ പലപ്പോഴും വെള്ളം കുടിക്കാൻ മറന്നു പോകും. വെള്ളത്തിൻ്റെ അളവ് നമ്മൾ പലപ്പോഴും നമ്മുടെ റെസ്ട്രിക്റ്റഡ് ആയി പോകും. അപ്പോൾ അത് സാധാരണമായി ധാരാളമായി നമ്മൾ വെള്ളം കഴിക്കണം. അറ്റ്ലീസ്റ്റ് 2 ലിറ്ററെങ്കിലും വെള്ളം കുടിക്കേണ്ടത് ആവശ്യമാണ്. പലപ്പോഴും അത് കുടിച്ചില്ലെങ്കിൽ നമ്മൾ പ്രധാനമായിട്ടും നമ്മുടെ ഈ കിഡ്നി നമ്മൾ നല്ല ഡീഹൈഡ്രേറ്റ് ആയിരിക്കുമ്പോൾ കിഡ്നി സ്റ്റോണും അങ്ങനെയുള്ള പ്രോബ്ലംസ് കൂടുതലായിട്ട് പിന്നെ വരാനുള്ള സാധ്യതയുണ്ട്. എനിക്ക് തോന്നുന്നു എല്ലാ ആളുകളുടെയും ഒരു പരാതി എന്ന് പറയുന്നത്, ഡോക്ടറെ അടുത്ത് വന്നു കഴിഞ്ഞാൽ, ഡോക്ടറെ എൻ്റെ വയറ് ശരിയില്ല, എനിക്ക് എപ്പോഴും ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട്, അതല്ലെങ്കിൽ ഞാൻ എന്ത് ഭക്ഷണം കഴിച്ചാലും വയറ് നിറഞ്ഞ പോലെ തോന്നുക, അല്ലെങ്കിൽ ടോയ്ലറ്റ് പോകുമ്പം ശരിക്കും പോകുന്നില്ല, ഇങ്ങനത്തെ ഒരു കംപ്ലൈൻറ്റ് പറയാത്ത ആളുകളില്ല എന്ന് തന്നെ പറയാം. ഇതൊരു അസുഖമാണോ? അതേസമയം തന്നെ ഇത് അസുഖമാണെങ്കിൽ നമ്മൾ ഇതിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. സ്റ്റൊമക്ക് അപ്സെറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള പരാതികൾക്ക് എന്താണ് പരിഹാരം? അതുകൊണ്ടൊന്ന് പറയാം. ഈ ചോദ്യം വളരെ ലളിതമാണെങ്കിലും ഇതിൻ്റെ ഉത്തരം അത്ര ലളിതമല്ല. ഈ സ്റ്റൊമക്ക് അപ്സെറ്റ്, പലതരത്തിലുള്ള സ്റ്റൊമക്ക് അപ്സെറ്റ്സ് ഉണ്ട്. ഒന്ന് ഗ്യാസായിട്ട് വയറിങ്ങനെ വീർത്ത് വരുന്ന പോലെ വരിക, പിന്നെ വയറ്റിൽ നിന്ന് പോകാനുള്ള പ്രയാസം, പിന്നെ എവിടെയെങ്കിലും പെട്ടെന്ന് നമ്മൾ പോകേണ്ടി വരുമ്പോഴത്തേക്ക് 2-3 പ്രാവശ്യം ടോയ്ലറ്റിൽ പോകേണ്ടി വരിക. അത് ഒരു കോംപ്ലക്സ് ആയിട്ടുള്ളൊരു അസുഖമാണ്. അത് പലപ്പോഴും ഈ അസിഡിറ്റി, ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്നുള്ള അസുഖം, അതിൻ്റെ എല്ലാം കൂടെ ഒരു മിക്സ്ചറാണ് ഈ അസുഖങ്ങൾ. പക്ഷേ പലപ്പോഴും ഇതിലൊരു പരിധി വരെ നമുക്ക് നല്ല ശരിയായിട്ടുള്ള ഭക്ഷണ ക്രമീകരണത്തിലൂടെ ഇത് തടയാൻ പറ്റും. വയറ് നിറച്ച് കഴിക്കാതിരിക്കുക, അതാണ് അതിൻ്റെ ഒന്നാമത്തെ ഒരു ടിപ്പ്. രണ്ടാമത് സ്പൈസി ആയിട്ടുള്ള സാധനങ്ങൾ, അതായത് ഈ എരിവും പുളിവും ഒരുപാട് ചേർത്തിട്ടുള്ള ഭക്ഷണം, പ്രത്യേകിച്ച് നമ്മളിപ്പോഴത്തെ ഹോട്ടൽ ഫുഡ്, ഈ മോഡേണിലെ ഫാസ്റ്റ് ഫുഡ് കൾച്ചർ, അതാണ് ഈ കുറേയൊക്കെ ഈ വയറിൻ്റെ ഈ പറഞ്ഞ എല്ലാ ഡിസ്കംഫർട്ടും അതിൻ്റെ തോത് കൂടാനുള്ളൊരു കാരണം. നല്ല ഭക്ഷണം കഴിക്കാൻ വെള്ളിപ്പിഞ്ഞാണം ആവശ്യമില്ല എന്നൊരു ചൊല്ലുണ്ട്. എന്താണ് നല്ല ഭക്ഷണം? അത്തരം വിശദാംശങ്ങൾ കൂടി നമുക്ക് കാണാം.